കേരള സർക്കാരിന്റെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോളാണിത്. നമ്മുടെ ക്രൈസ്റ്റ് കോളേജിന്റെ കുറച്ച് സാമ്പിൾസ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കാൽസൈറ്റ് എന്ന് പറയുന്ന ഒരു മിനറൽ ആണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വരകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇതിൽ ശരിക്കും ഒരു വരയേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ലൈറ്റിന്റെ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫിനോമിനൻ നമ്മളിവിടെ കാണുന്നത്. ഈ കാൽസൈറ്റിന്റെ മിനറലിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനറൽ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്ലീവേജിന്റെ ഭാഗത്തൂടെ മാത്രമേ ഇത് പൊട്ടല് വീഴുള്ളൂ. ഇത് ഈ ഒരു ഷേപ്പിലായിരിക്കും, ഈ റോംബസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ റോംബോഹീഡ്രൽ ആയിട്ടുള്ള ഈ ഒരു ഷേപ്പിലായിരിക്കും ഇത് പൊട്ടി വീഴുന്നുണ്ടാവുക. ഇത് ടാൽക് എന്ന് പറയുന്ന ഒരു മിനറൽ ആണിത്. നമ്മള് ടാൽക്കം പൗഡർ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് കോസ്മെറ്റിക്സ് ആയിട്ട്. അതുപോലെ തന്നെ ഉറുമ്പ് പൊടി, അങ്ങനെയുള്ള DDT, ഇതിലെല്ലാം ഇതാണ് നമ്മൾ ഇൻഗ്രീഡിയന്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള സാധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡ്സ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹയർ പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻ, അതിൽ മെറ്റസോമാറ്റിസം നടന്നുകൊണ്ട് നമുക്ക് സെർപ്പന്റൈൻ പോലെയുള്ള മിനറൽസ് നമുക്ക് അതിൽ ഉണ്ടാവാം. ഇതേ സെർപ്പന്റൈൻ മിനറലിലൂടെ വീണ്ടും ഒരു ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലെ വരുന്ന ക്രൈസോട്ടൈൽ ആസ്ബെസ്റ്റോസ് ഉണ്ടാവാം. ഈ ക്രൈസോട്ടൈൽ ആസ്ബെസ്റ്റോസ് അല്ലെങ്കിൽ ആസ്ബെസ്റ്റോസ് വെച്ചിട്ടാണ് പണ്ട് കാലത്ത് നമ്മൾ ഷീറ്റുകൾ നിർമ്മിച്ചിരുന്നത്. ഈ ഷീറ്റുകൾ പണ്ട് കാർസിനോജനിക് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ആസ്ബെസ്റ്റോസിന്റെ മൈനിങ് ഒക്കെ ബാൻ ചെയ്തിട്ടുള്ളത്.